قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما ومن يفعل ذلك عدوانا وظلما فسوف نصليه نارا وكان ذلك على الله يسيرا إن تجتنبوا كبائر ما تنهون عنه نكفر عنكم سيئاتكم وندخلكم مدخلا كريما صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും സാമ്പത്തിക ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, മനുഷ്യരിൽ നിന്ന് അവരുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ ആവശ്യപ്പെടുന്നത് ഈ ഭൂമിയിൽ സത്യശുദ്ധമായ ജീവിതം നയിക്കുക എന്നതാണ്. സീക്രട്ട് ലൈഫ് അല്ലെങ്കിൽ പ്യൂരിറ്റി ഓഫ് ലൈഫ്, ജീവിത വിശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ വിശുദ്ധമായ ജീവിതം നയിക്കുക എന്നതാണ് ഇസ്ലാമിന് ആവശ്യം. അല്ലെങ്കിൽ അള്ളാഹു മനുഷ്യരോട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആവശ്യപ്പെടുന്നത് അതാണ്. ജീവിതമാണ് വിശുദ്ധമാക്കേണ്ടത്. ഈ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് നടത്തുന്നതിൻ്റെ ഒരു മോഡ് ഓഫ് പ്രസൻറ്റേഷൻ, ഖുർആനിക് മോഡ് ഓഫ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നതാണ്. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെയും സൃഷ്ടിച്ച നാഥന് നിങ്ങൾ വിധേയപ്പെട്ട് ജീവിക്കണം. നാഥന് നിങ്ങൾ വഴിപ്പെട്ട് ജീവിക്കണം. നാഥന് നിങ്ങൾ ഇബാദത്ത് ചെയ്ത് ജീവിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. ഇതാണ് അതിൻ്റെ ഖുർആനി സ്റ്റൈൽ എന്ന് പറയുന്നത്. യാ അയ്യുഹന്നാസ് ഉബ്ദു, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനെ വിധേയപ്പെട്ട് ജീവിക്കണം. നിങ്ങൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വണങ്ങി ജീവിക്കണം. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് ജീവിക്കണം. ഇതാണ് ഇസ്ലാമിൻ്റെ ആവശ്യം. ഇതാണ് അള്ളാഹു മനുഷ്യരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഈ വിധിവിലക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദൈവികമായ വിധിവിലക്കുകൾ എല്ലാം ഒരുപോലെയല്ല. ദൈവികമായ വിധിവിലക്കുകൾക്ക് ഗൗരവ വ്യത്യാസങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ എല്ലാം പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ്. എങ്കിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിൽ ഗൗരവ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഈ ഗൗരവ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിൽ നാം പരാജയപ്പെടുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിൽ ഒരു കുറേ ആളുകൾ ഹറാമായ പണം കയ്യിൽ വെച്ച് ഹലാലായ കോഴി വാങ്ങാൻ നടക്കുന്നത് അങ്ങനെയുള്ളവരായത് അതുകൊണ്ടാണ്. ഹറാമായ പണം കയ്യിൽ വെച്ച് ഹലാലായ കോഴി അന്വേഷിച്ച് നടക്കുന്നവരായി മുസ്ലിം സമൂഹത്തിലെ ഒരു കുറേ ആളുകൾ മാറിപ്പോയത് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, അള്ളാഹു ആവശ്യപ്പെടുന്നത് സത്യശുദ്ധമായ ജീവിതമാണ്, വിശുദ്ധമായ ജീവിതമാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. പ്യൂരിറ്റി ഓഫ് ലൈഫ്, അതാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ജീവിതത്തിൻ്റെ പ്യൂരിറ്റി, വിശുദ്ധി എന്ന് പറയുമ്പോൾ ഒരുപാട് വിശുദ്ധിയുണ്ട് ജീവിതത്തിന്. വിശ്വാസ വിശുദ്ധിയുണ്ട്, സെക്ഷൽ പ്യൂരിറ്റി അഥവാ ലൈംഗിക വിശുദ്ധിയുണ്ട്,
സാമ്പത്തിക വിശുദ്ധിയുണ്ട്, സദാചാര വിശുദ്ധിയുണ്ട്, വർത്തമാന വിശുദ്ധിയുണ്ട്, ശാരീരിക വിശുദ്ധിയുണ്ട്. ഇങ്ങനെ ഒരുപാട് വിശുദ്ധിയുണ്ട്. ഈ വിശുദ്ധി എല്ലാം കൂടി ചേരുമ്പോഴാണ് ജീവിത വിശുദ്ധിയായി മാറുക. അങ്ങനെ ജീവിത വിശുദ്ധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശുദ്ധിയാണ് ഫിനാൻഷ്യൽ പ്യൂരിറ്റി എന്ന് പറയുന്നത്, അഥവാ സാമ്പത്തിക വിശുദ്ധി എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സാങ്ക്ടിറ്റി, സമ്പത്ത് പ്യൂറായിരിക്കുക, നല്ലതായിരിക്കുക എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടായിരിക്കെ തന്നെ ഇതിൻ്റെ സീരിയസ്നെസ്, ഗൗരവം മുസ്ലിം സമൂഹം വേണ്ടത്ര അളവിൽ മനസ്സിലാക്കിയിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. നമുക്കറിയാം, 99.9% ആളുകളും, മുസ്ലിങ്ങളും മാംസം കഴിക്കുന്നുണ്ടെങ്കിൽ, കോഴി വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും ഹലാലായ കോഴി വാങ്ങി മാത്രമേ കഴിക്കുള്ളൂ. നമുക്ക് വലിയ ശാഠ്യമാണ്, നല്ല ബോധ്യമാണ്, ബോധമാണ്, നിർബന്ധമാണ്. കോഴി തിന്നണമെങ്കിൽ, പോത്തിറച്ചി തിന്നണമെങ്കിൽ അത് ഹലാലായിരിക്കണം. ഇത് നമുക്കൊന്നെല്ലാം നിർബന്ധമാണ്. അത് അതേസമയം ഈ കോഴി വാങ്ങാൻ ഉപയോഗിക്കുന്ന പണം ഹലാലാകണം എന്ന നിർബന്ധം ആ അളവിൽ നമുക്ക് ആർക്കില്ല. ഒരു സമയത്ത് കോഴി ഹലാലായിരിക്കണം, ഏത് കോഴി? 200 രൂപയുടെ കോഴി ഹലാലായിരിക്കണം എന്ന് നമുക്ക് വലിയ നിർബന്ധമാണ്. പക്ഷേ ആ കോഴി വാങ്ങുന്ന 200 രൂപ ഹലാലാകണം എന്ന നിർബന്ധം നമുക്കില്ല. അഥവാ ഹലാൽ ചിക്കൻ ആകണം, ഹലാൽ മണി ആവശ്യമില്ല. ഇതാണ് മുസ്ലിം സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകളും കൈക്കൊണ്ടിട്ടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത്. ഇവിടെ ഒരു വൈരുദ്ധ്യം നമ്മൾ കാണുന്നില്ലേ? ഒരേ സമയത്ത് ഹലാൽ ചിക്കൻ ആയിരിക്കണം, അതേ സമയത്ത് അത് വാങ്ങാൻ ഉപയോഗിക്കുന്ന പണം ഹലാലാകണം എന്ന കാര്യത്തിൽ യാതൊരു നിർബന്ധവുമില്ല. അത് ചർച്ച ചെയ്യാൻ ആരും ആഗ്രഹിക്കുന്നുമില്ല. നമുക്ക് കോഴിയുടെ ഹലാൽ കാര്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ സ്കാൻ ചെയ്യാൻ എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചിക്കൻ ഹലാലാകണം, അല്ലെങ്കിൽ പോത്തിറച്ചി ഹലാലാകണം എന്ന് നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇത് സംബന്ധമായിട്ട് പറയുന്നത്, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി. ഇങ്ങനെ അള്ളാഹു സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലങ്ങളിലാണ്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ, 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിൽ, 6-ാം അധ്യായം സൂറത്ത് അന്നാമിൽ, 16-ാം അധ്യായം സൂറത്തുൽ നഹലിൽ. 4 അധ്യായങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കോഴി ഹലാലായിരിക്കണം അല്ലെങ്കിൽ മാംസം ഹലാലായിരിക്കണം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിൻ്റെ വാചകം ഇതാണ്, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി. അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു മൈത്തത്ത അഥവാ ചത്ത ജീവിയുടെ മാംസം, ദമ രക്തം, ലഹ്മൽ ഖിൻസീർ അഥവാ പന്നി മാംസം, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്. ഇത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട് തിന്നുന്നതിൽ നിന്ന്. അതുകൊണ്ട് ചത്ത കോഴി നമ്മൾ തിന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 4 സ്ഥലത്ത് അള്ളാഹ് ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും, വ്യത്യസ്ത പ്രായക്കാർ ഈ സദസ്സിൽ ഇരിപ്പുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ചത്ത കോഴിയെ നമ്മൾ തിന്നിട്ടുണ്ടോ? നമ്മൾ തിന്നിട്ടുണ്ടാവില്ല. തിന്നണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹവും നമുക്കില്ല. ഒരു 10-200 രൂപ ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ആരെങ്കിലും 200 രൂപയുടെ 250 രൂപയുടെ കോഴി ചത്തത് നമ്മുടെ കൺമുമ്പിൽ വെച്ച് ചത്തു എന്ന് വിചാരിച്ചോ? ചത്തത് കൊണ്ടുവന്ന് തരികയല്ല, നമ്മുടെ കൺമുമ്പിൽ വെച്ച് ചത്ത കോഴി നമുക്കൊരാൾ തന്നാൽ നമ്മളതിന് പുല്ല് വില കൽപ്പിക്കുമോ? എന്താ കാരണം? കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, ഹലാലല്ല. അതാണ് അതിൻ്റെ കാരണം. ഇത്ര കാരണം നമുക്ക് പറയാനുള്ളൂ. നല്ല കാര്യമാണ്, അള്ളാഹു ഹലാലാക്കിയതല്ല അത്. പക്ഷേ നമ്മൾ അത് തിന്നില്ലല്ലോ, എന്ത് വില കൊടുത്തും നമ്മൾ അതിൽ നിന്ന് ഒഴിവാകും. എന്നാൽ ഇത് ഹറാമാക്കിയ അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത, ശവം, ചത്ത ജീവി, അത് നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പറഞ്ഞ അതേ അള്ളാഹു തന്നെ ആ ഹറാമാണെന്ന് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? 4 സ്ഥലത്താണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞിടത്തെല്ലാം ആ പറഞ്ഞ കാര്യം അവസാനിപ്പിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണെന്ന് അറിയാമോ? ഫമനിളുത്തുറ ഗൈറ ബാഗിൻ വല ആദിൻ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. നിയമലംഘനം ഉദ്ദേശിക്കാതെയും നിർബന്ധിതാവസ്ഥയിലും ഒരാൾ ചത്ത കോഴിയെ തിന്നാൽ, ചത്ത മാംസം തിന്നാൽ അതിൽ കുഴപ്പമില്ല, അതിൽ കുഴപ്പമില്ല എന്നുള്ള പറയാണ്.
നിയമലംഘനം ഉദ്ദേശിക്കരുത്. അള്ളാഹുവിൻ്റെ ഈ നിയമം ഒന്ന് ലംഘിച്ചു കളയാം എന്ന് വിചാരിച്ച് ചെയ്യരുത്. നിർബന്ധിതാവസ്ഥയിൽ വിശപ്പ് മൂലം ഒരാൾക്ക് ചത്ത കോഴിയെ തിന്നാം. ചത്ത തിന്നാൻ അനുവാദമുള്ള ഏത് ജീവിയുടെയും മാംസം തിന്നാം എന്ന് പറയുന്നതാരാ? ഞാൻ വ്യക്തിപരമായി പറയുന്നതല്ല. തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് തന്നെ പറയുകയാണ് ഇത്തരം ഒരു അവസ്ഥയിൽ അത് തിന്നാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ അള്ളാഹു തന്നെ ഈ അളവ് നൽകിയിട്ടും നമ്മൾ ആരെങ്കിലും ചത്ത കോഴീനെ തിന്നോ? വിശപ്പുണ്ടെങ്കിൽ സഹിക്കൂന്നല്ലാതെ നമ്മൾ ആരെങ്കിലും ചത്ത കോഴിയെ നമ്മൾ കഴിച്ചിട്ടുണ്ടോ ഇതുവരെ? നിർബന്ധിതാവസ്ഥയിൽ നമ്മൾ ആരും കഴിച്ചിട്ടുണ്ടാവില്ല. എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഹലാലല്ല എന്ന് നമുക്കൊരു തോന്നല്. അള്ളാഹ് ഹലാലാക്കിയിട്ട് പോലും നമുക്ക് ഹലാലല്ല. അത്രയും നിർബന്ധമാണ് നമുക്ക് ഹലാല്. അത്രയും നിർബന്ധമാണ് മാംസം ഹലാലായിരിക്കണം എന്നതിൽ നമ്മൾ അത്രയും വിജിലൻ്റ് ആണ്, അത്രയും ജാഗ്രത പാലിക്കുന്ന ആളുകളാണ്. അതാണ് ഒരു വശം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഷാഫി മദ്ഹബിൽ കോഴിയെ അറുക്കുമ്പോൾ അല്ലെങ്കിൽ ഉദൂഹ്യത്തിനാണെങ്കിൽ പോലും പോത്തിനെ അറുക്കുമ്പോൾ, കോഴിയെ അറുക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ ഷർത്തല്ല എന്ന് പറയാം, കണ്ടീഷനല്ല, നിർബന്ധമല്ല. ബിസ്മി ചൊല്ലാതെ ഒരാൾ കോഴിയെ അറുത്താൽ ആ കോഴിയുടെ മാംസം ഷാഫി മദ്ഹബ് പ്രകാരം ഹലാലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഷാഫി മദ്ഹബിലെ ആളുകളാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർ മിക്കവാറും എല്ലാവരും ഷാഫി മദ്ഹബിന്റെ ആളുകളാണ്. കോഴിയെ അറുക്കുമ്പോൾ, പോത്തിനെ അറുക്കുമ്പോൾ, പശുവിനെ അറുക്കുമ്പോൾ, ആടിനെ അറുക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ സുന്നത്ത് മാത്രമാണ്. ഒരാൾ മനഃപൂർവ്വം ബിസ്മി ചൊല്ലാതെ കോഴിയെ കഴുത്തിൽ കത്തിവെച്ച് അറുത്ത് രക്തമൊഴുക്കിയാൽ ആ മാംസം ഹലാലാണ് എന്ന് ഷാഫി മദ്ഹബിലെ ആധികാരിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളായ തുഹ്ഫയിലും ഫതഹുൽ മുഈനിലും ഒക്കെ നമുക്ക് കാണാം. അതായത് പ്രമുഖ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ എല്ലാ ദർസുകളിലും പഠിപ്പിക്കുന്നതാണ്. അഥവാ ഷാഫി മദ്ഹബിൽ ബിസ്മി ചൊല്ലൽ നിർബന്ധമല്ല, സുന്നത്ത് മാത്രമാണ്. അതിൻ്റെ പേരിൽ ആ മാംസം, ഇപ്പോൾ ഉലൂഹിയത്താണെങ്കിൽ പോലും ബിസ്മി ചൊല്ലിയില്ല, വെറുതെ കത്തി വെച്ചറുത്ത്, നമുക്ക് ആലോചിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു മൃഗത്തെ അറക്കുന്നത്? അങ്ങനെ ഒരാൾ അറുത്ത് തന്നാൽ, ഇപ്പൊ കിതാബിലെ കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മളാരെങ്കിലും തിന്നോ? ബിസ്മി ചൊല്ലാതെ അറുത്താൽ നമ്മളാരെങ്കിലും തിന്നോ? നമ്മളാരും തിന്നൂല. കാരണം ബിസ്മി ചൊല്ലി അറുത്താൽ പോലും നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ അറുത്താൽ നമ്മൾ തിന്നുള്ളൂ. ആ ഒരു കാഴ്ചപ്പാടാണ് നമുക്കൊക്കെ ഉള്ളത്. അപ്പൊ ബിസ്മിയും കൂടി ചെല്ലാതെ ഒരാൾ ഒരു കോഴിയുടെ കഴുത്തിൽ കത്തി വെച്ച് രക്തമൊക്കെ ഒഴുകി കയ്യിലേക്ക് തന്നാൽ നമ്മൾ അതവിടെ വെച്ചിട്ട് ഞാൻ വീട്ടിൽ പോവേണ്ടെന്നും പറഞ്ഞ് നമ്മൾ വീട്ടിലേക്കേ വരുള്ളൂ, അല്ല അത് നമ്മൾ വാങ്ങാറില്ല. പക്ഷേ മദ്ഹബിൽ അങ്ങനെ ഒരു ഇളവുണ്ട്, ഷാഫി മദ്ഹബിലുണ്ട്. അതിൻ്റെ ബാക്കി വശങ്ങൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഷാഫി മദ്ഹബിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതൊരു വശത്ത്. ഇനി മറുവശത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ജാമിഉ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു വചനമാണ്. റിപ്പോർട്ട് ചെയ്യുന്നത് സ്വന്തം ഭാര്യ തന്നെയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, അന്ന ഖൗമൻ ഖാലു യാ റസൂലല്ലാഹ്, ചില ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ചിലപ്പോഴൊക്കെ ചോദിക്കും, ഇന്ന ഖൗമൻ യൗതൂനനാ ബില്ലഹ്മി, ഞങ്ങൾക്ക് ചിലർ മാംസം കൊണ്ടുവന്ന് തരും, ചില ആളുകൾ ഞങ്ങൾക്ക് മാംസം കൊണ്ടുവന്ന് തരും. ലാ തദ്രി അദ്കറസ്മല്ലാഹി അലൈഹി അംല, അതിനർത്ഥപ്പോൾ ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പൊ ആ മാംസം തിന്നാൻ പറ്റുമെന്നാണ് റസൂലിനോട് ചോദിക്കുന്നത്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സമ്മുല്ലാഹി അലൈഹി വകുലു, നിങ്ങൾ ബിസ്മി ചൊല്ലി അത് കഴിച്ചോളൂ. ഈ പറഞ്ഞതിനർത്ഥം അത് അർത്ഥതാണോ അല്ലേ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതില്ല എന്നല്ലേ? അള്ളാഹുവിന്റെ റസൂൽ മുത്തുനബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇളവാണിത്. നമ്മൾ ആരെങ്കിലും അങ്ങനെ ഇറച്ചി കൊണ്ടുവന്ന് തന്നാൽ നമ്മൾ തിന്നോ? നമ്മൾ തിന്നില്ല. അതുകൊണ്ടാണല്ലോ, ആ മാനസികാവസ്ഥ നമുക്കുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ മുസ്ലിങ്ങളല്ലാത്തവരുടെ ഹോട്ടലുകളിൽ കയറി പരമാവധി നമ്മൾ എന്ത് കഴിക്കാറില്ല? മാംസം കഴിക്കാറില്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഒന്നുകിൽ വെജിറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാറ്, ദോശയും ചട്നിയും ഒക്കെ കഴിക്കാറ്, ദോശയും സാമ്പാറും ഒക്കെ കഴിക്കാറ്, അല്ലെങ്കിൽ വെജിറ്റബിൾ മീൽസ് ആണ് കഴിക്കാറ്. ഒരു ബീഫ് ഫ്രൈ പോലും നമ്മൾ കഴിക്കാറില്ല. എന്തുകൊണ്ട്? അവരോടുള്ള എന്തെങ്കിലും വിരോധം കൊണ്ടാണോ? അല്ല, ഹലാലാണോ ഹലാലല്ലേ എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ്. സംശയം. ആ സംശയമാണ് റസൂലൂടെ തീർത്തത്. അതെന്തുമാകട്ടെ, കഴിക്കാതിരിക്കുകയും ചെയ്തോട്ടെ, പക്ഷെ എന്താ പ്രശ്നം ഇത് ഹലാലാണോ അല്ലേ എന്ന സംശയമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര നിർബന്ധമാണ്. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കോഴിക്കടയുണ്ടല്ലോ, ഈ
കോഴിക്കടയിൽ നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ ഹിന്ദിക്കാരർത്ഥം നമുക്ക് തൃപ്തിയാവില്ല. ഹിന്ദിക്കാരർത്ഥം പോലും നമുക്ക് തൃപ്തിയാവില്ല. പിന്നെ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് വാങ്ങിക്കൊണ്ടുവരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബിസ്മി ചൊല്ലാൻ അറിയാമോ? ബിസ്മി അവർ ചൊല്ലുന്നുണ്ടാവോ? മാത്രമല്ല, ഈ കാഴ്ചപ്പാടിൽ ഇവർക്ക് യാതൊരുവിധ നമസ്കാരമോ ഇസ്ലാമിന്റെ ചിട്ടവട്ടങ്ങളോ ഇല്ല. ഇവരർത്ഥം എങ്ങനെയാണ് തിന്നുക? തിന്നാൻ വല്ലാത്തൊരു വൈമുഖ്യമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നിർവാഹം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വാങ്ങി വീട്ടിൽ പോരും. ഒരു മൊല്ലാക്കായോ ഒരു മുസ്ലിയാരോ ഒക്കെ അറക്കുകയാണെങ്കിൽ നമുക്ക് വല്ലാത്ത തൃപ്തിയാണ്. അത് ഹലാലിന്റെ ഗ്രേഡ് ഏറ്റവും കൂടിയ ഇനത്തിൽപ്പെട്ടതായിട്ട് നമ്മൾ കണക്കാക്കും. അതുകൊണ്ടാണല്ലോ ചിക്കൻ സെന്ററിന്റെ മുമ്പിൽ ഹലാൽ ചിക്കൻ എന്ന് എഴുതി വെക്കേണ്ടി വന്നെന്തുകൊണ്ടാ? നമുക്ക് അത്ര വാശിയാണ് ഇത് ഹലാലായിരിക്കണമെന്ന്, നിർബന്ധമായിരിക്കണമെന്ന്. അതുപോലെ തന്നെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന മാംസത്തിന്റെ കവറിൽ ഹലാൽ സ്റ്റിക്കർ ഒട്ടിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? ഇതിനർത്ഥം എന്താ? കേരളത്തിലെ മുസ്ലിങ്ങളുടെ മാത്രം പ്രകൃതമല്ല ഇത്. ലോകത്തെ മൊത്തം മുസ്ലിങ്ങളുടെ, ആഗോള മുസ്ലിം സമൂഹത്തിന്റെ ഒരു നിർബന്ധമാണ് തിന്നുന്ന മാംസം ഹലാലായിരിക്കണം, ചിക്കൻ ഹലാലായിരിക്കണം, കോഴി ഹലാലായിരിക്കണം എന്ന നിർബന്ധമാണ്. എന്താ അതിന് കാരണമെന്ന് ചോദിച്ചാൽ, ലോകത്തെ ഏതൊരു മുസ്ലിമിനോട് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം എന്താ ഉള്ളത്? കാരണം അള്ളാഹുവിന്റെ ഒരു നിയമമാണ്. അല്ലാതെ എനിക്ക് അങ്ങനെ ആവുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ അത് പറയുന്നത്. അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഹലാലായ മാംസമേ തിന്നാൻ പാടുള്ളൂ എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കുന്നു. നമുക്ക് നല്ല നിർബന്ധമാണത്. ഇത്രയൊക്കെ ഇളവുകൾ ഉണ്ടായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയൊക്കെ ഇളവുകൾ ഉണ്ടായിട്ടും ഏത് അള്ളാഹ് തന്നെ ഇളവ് തരുന്നു ചത്തതിനെ തിന്നാൻ, മദ്ഹബുകൾ ഇളവ് തരുന്നു ബിസ്മി അല്ലാതെ അർത്താലും തിന്നാം. ഇങ്ങനെയൊക്കെ ഇളവുണ്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തോ നമ്മളിത് തിന്നൂല, കാരണം ഹലാലല്ല എന്ന ബോധത്തിൽ നിന്നാണ് അത് ചെയ്യുന്നത്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇത് ഹലാലല്ല, അറുക്കണം, ബിസ്മി ചൊല്ലി അറുക്കണം, അതുപോലെ തന്നെ ചത്തത് തിന്നാൻ പാടില്ല എന്നു പറഞ്ഞ അതേ പടച്ച തമ്പുരാൻ അതേ വേദഗ്രന്ഥത്തിൽ ഇത് പറഞ്ഞ അതേ അധ്യായത്തിൽ അള്ളാഹ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാക്കേണ്ടത്, അള്ളയാണ് ചത്തത് തിന്നരുതെന്ന് പറഞ്ഞത്, അള്ളയാണ് ബിസ്മി ചൊല്ലി അറുക്കണമെന്ന് പറഞ്ഞത്. അതേ അള്ളാഹ് അത് പറഞ്ഞ അതേ വേദഗ്രന്ഥത്തിൽ അതേ അധ്യായത്തിൽ തന്നെ അള്ളാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ചിക്കൻ വാങ്ങുന്ന പണവും ഹലാലായിരിക്കണം എന്ന്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 188-ാം വചനം, വലാ തൗകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ വതുദ്ലു ബിഹാ ഇലൽ ഹുക്കാമി ലിതൗകുലു ഫരീഖൻ മിൻ അംവാലിൻ നാസി ബിൽ ഇസ്മി വഅൻതും തഅലമൂൻ. വലാ തൗകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ ഒരിക്കലും ബാത്തിലായ മാർഗ്ഗം, അവിഹിതമായി നിങ്ങൾ അന്യന്റെ മുതൽ തിന്നരുത്, കൈവശമാക്കരുത്. അവിഹിതമായി നിങ്ങൾ പരസ്പരം മുതലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നരുത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അധികാരികളെ സമീപിക്കരുത്. അന്യന്റെ മുതൽ തൻ്റേതാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി മഹല്ല് പ്രസിഡന്റിനെയോ നാട്ടിലെ വാർഡ് കൗൺസിലറെയോ കോടതിയെയോ MLA ഒന്നും സമീപിക്കരുത്. വഅൻതും തഅലമൂൻ, അതിന് ഗൗരവം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആ പണി ചെയ്യരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് അല്ലാഹ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോഴിയെക്കുറിച്ച് അല്ലെങ്കിൽ മാംസത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവം കാണിക്കുക, അള്ളാഹിന്റെ വിധിയാണത്. അതുകൊണ്ട് ഗൗരവം കാണിക്കണം നമ്മൾ. ആ ഗൗരവം കാണിക്കണമെന്ന് പറഞ്ഞതിനേക്കാൾ 10 മടങ്ങ് ഇന്റൻസിറ്റിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കോഴി വാങ്ങുന്ന പണം ഹലാലാകണം എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച മോഡ് ഓഫ് എക്സ്പ്രഷൻ, ടോൺ ഓഫ് എക്സ്പ്രഷൻ, ഫിനിഷിംഗ് ഓഫ് എക്സ്പ്രഷൻ, ഇത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത്തരം ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അതിന്റെ ടോൺ വ്യത്യസ്തമാണ്, അതിന്റെ വാചകങ്ങൾ വ്യത്യസ്തമാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് വ്യത്യസ്തമാണ്. 4-ാം അധ്യായം, ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്താണ്. 4-ാം അധ്യായം സൂറത്തു നിസായിലെ 29-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തൗകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദി മിൻകും വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബിക്കും റഹീമ വമൻ യഫ്അൽ ദാലിക ഉദ്വാനൻ വദുൽമൻ ഫസൗഫ നുസ്ലിഹി നാറാ വകാന ദാലിക അലല്ലാഹി യസീറ ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിറ അൻകും സയ്യാത്തികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തൗകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അവിഹിതമായി നിങ്ങൾ അന്യന്റെ സമ്പത്ത് കയ്യിലാക്കി അത് തിന്നരുത്. ലാ തൗകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, ഈ പ്രയോഗത്തിൽ ആകെ 2 ആയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളൂ തീറ്റയുമായി ബന്ധപ്പെട്ട്. ആ 2 ആയത്താണ് ഞാനിപ്പോൾ ഓതിയത്. ഒന്ന് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 188, രണ്ടാമത്തെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 29.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നിങ്ങൾ അങ്ങനെ തിന്നരുത്. നിങ്ങൾ അങ്ങനെ തിന്നുന്നത് ആത്മഹത്യാപരമാണ്, നിങ്ങളെ തന്നെ കൊണ്ടുപോയി കൊല്ലുന്നതിന് തുല്യമാണ്. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്താൽ, ഈ പണി, ഈ തെമ്മാടിത്തരം നിങ്ങൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കത്തിക്കാളുന്ന നരകാഗ്നിയിലിട്ട് നിങ്ങളെ വേവിച്ചു കളയും എന്നല്ലാഹു പറയുകയാണ്. കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇത്തരം വൻ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെറിയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയും നിങ്ങളെ ഉന്നതമായ സ്ഥാനങ്ങളിൽ നാളെ പരലോകത്ത് നിങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും എന്നുള്ള പറയാണ്. ഇവിടെ സത്യവിശ്വാസികൾ എന്നുള്ള വിളിക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ആത്മഹത്യപരമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളെ നരകത്തിലിട്ട് കൈകാര്യം ചെയ്യുമെന്നുള്ള പറയുന്നു. മാത്രമല്ല ഇത് വൻപാപമാണെന്ന് സൂചന നൽകിക്കൊണ്ട് പറയുന്നു, ഇത്തരം വൻപാപങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ ചെറിയ പാപങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരാമെന്ന് ഓഫർ നൽകുന്നു. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നിങ്ങളെ നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. എത്ര കാര്യങ്ങൾ കൂട്ടിച്ചേർത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കോഴി വാങ്ങുന്ന പണം ഹലാലാകണമെന്ന് പറയുന്നത്. അതേസമയം കോഴി ഹലാലാകണമെന്ന് പറയുന്നത് ഇത്രേ പറയുന്നുള്ളൂ, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹമൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി ഫമൻ യദ്തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ചത്തതിനെ നിങ്ങൾ തിന്നരുത്. നിയമലംഘനം ഉദ്ദേശിക്കാതെ നിർബന്ധിതാവസ്ഥയിൽ കഴിക്കേണ്ടി വന്നാൽ അത് പ്രശ്നമില്ല, അള്ളാഹു അത് പുറത്തു വരും. പക്ഷെ ഇവിടെ ഇതൊന്നും അല്ല പറയണില്ല. ഇവിടെ ഇതൊന്നും അല്ല പറയുന്നില്ല. ഒരളവും അല്ല പറയുന്നില്ല. ഒരളവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാംസത്തിന്റെ ഈ ഹലാൽ അവസ്ഥയുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഥവാ ചില മദ്ഹബുകൾ പറയുന്നു ബിസ്മി ചൊല്ലി അറുത്ത് മാത്രമേ തിന്നാൻ പറ്റുള്ളൂ. ശാഫി മദ്ഹബ് പറയുന്നു ബിസ്മി ചൊല്ലുക എന്ന് പറയുന്നത് നിർബന്ധമല്ല, സുന്നത്താണ്. അതേപോലെ തന്നെ അള്ളാഹ് തന്നെ ഇളവ് നൽകുന്നു. എന്ത്? ചത്തതിന്റെ കാര്യത്തിൽ ചില ഇളവുകൾ നൽകുന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നിങ്ങളത് കഴിച്ചോ, ബിസ്മി ചൊല്ലി കഴിച്ചാൽ മതി എന്ന് പറയുന്നു. സംശയത്തിന്റെ നിഴലിൽ നിന്നപ്പോൾ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ ബിസ്മി ചൊല്ലി കഴിച്ചോ എന്ന് പറയുന്നു. ഈ ഇളവുകളെല്ലാം ഉണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ വക കാര്യങ്ങളിൽ. അള്ളാഹു ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ പണ്ഡിതന്മാരുടെയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതേസമയം മുഫസ്സിറുകൾക്കിടയിലോ മദ്ഹബുകളുടെ ഇമാമുകൾക്കിടയിലോ യാതൊരു അഭിപ്രായ വ്യത്യാസവും നിങ്ങൾക്ക് തഫ്സീറോ അതേപോലെ തന്നെ മദ്ഹബുകളുടെ ഗ്രന്ഥങ്ങളോ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്ത്? സമ്പത്ത് ഹലാലായിരിക്കണം എന്ന കാര്യത്തിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാ മുഫസ്സിറും എല്ലാ മദ്ഹബിന്റെ ഇമാമുകളും അഡമന്റ് സ്റ്റാൻഡിലാണ് ആ വിഷയത്തിലുള്ളത്, കോൺക്രീറ്റ് സ്റ്റാൻഡിലാണ് ഉള്ളത്. ഒരു അഭിപ്രായ വ്യത്യാസം ആർക്കുമില്ല. ആരെങ്കിലും 1000 രൂപ കിട്ടിയെടുക്കുക, 10,000 കിട്ടിയെടുക്കരുന്നേ ഉള്ളൂ, 1,00,000 കിട്ടിയെടുക്കരുന്നേ ഉള്ളൂ, 2,000 രൂപ കിട്ടിയെടുക്കുക, ഇങ്ങനെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല. എല്ലാ മദ്ഹബിന്റെ ഇമാമുകളും അഡമന്റ് സ്റ്റാൻഡിലാണ് മറ്റുള്ളവന്റെ ധനം അന്യായമായി തിന്നരുത് എന്നുള്ളത്. എന്നിട്ടും നമുക്ക് നിർബന്ധം എവിടെയാണ്? നമുക്ക് നിർബന്ധം ചിക്കൻ ഹലാലാകണം എന്നിടത്ത് മാത്രമേ നമുക്ക് നിർബന്ധമുള്ളൂ. പോത്തിറച്ചി ഹലാലാകണം എന്നിടത്ത് മാത്രമേ നമുക്ക് നിർബന്ധമുള്ളൂ. അതിനപ്പുറം ആ ചിക്കൻ വാങ്ങുന്ന പണം ഹലാലാകണം എന്ന കാര്യത്തിൽ നമുക്കൊരു നിർബന്ധവുമില്ല. ഇത് വലിയൊരു വൈരുദ്ധ്യമല്ലേ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1000 രൂപ കൈക്കൂലി വാങ്ങുന്ന മുസ്ലിം ഉദ്യോഗസ്ഥൻ, മുസ്ലിങ്ങളിൽ ഒത്തിരി ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ മുസ്ലിങ്ങളായിട്ട്, 1000 രൂപ കൈക്കൂലി വാങ്ങും. ആ കൈക്കൂലി 1000, 2000 ഒക്കെ വാങ്ങുന്ന ആൾക്കും വൈകുന്നേരം ആകുമ്പോൾ ചിക്കൻ വാങ്ങുകയാണെങ്കിലോ അത് ഹലാലായിരിക്കണം. 1000 രൂപ കൈക്കൂലി വാങ്ങുന്നവനും 200 രൂപയുടെ കോഴി ഹലാലായിരിക്കണം. എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അതേപോലെ തന്നെ അഴിമതി നടത്തുന്ന, ലക്ഷങ്ങളും കോടികളൊക്കെ അഴിമതി നടത്തുന്ന മുസ്ലിം മന്ത്രിമാർ, MLA മാർ, MP മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, വാർഡ് കൗൺസിലർമാർ തങ്ങളുടെ സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് ആ നാട്ടിലെ ആളുകളുടെ കൈകളിൽ നിന്ന് അവിഹിതമായി പണം പറ്റുന്ന ആളുകൾ, ഒരു കുത്തും ആ വിഷയത്തിൽ അവർക്കില്ല. അതേസമയം ആ പണവും കൊണ്ട് വൈകുന്നേരം ഞായറാഴ്ച കോഴി വാങ്ങാൻ പോകുമ്പോൾ അത് ഹലാലായിരിക്കണം, അതവർക്ക് ഹലാലായിരിക്കണം, അത് നിർബന്ധമാണ്. സാമ്പത്തിക വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ നന്നായി പഠിക്കുകയും നന്നായി മനസ്സിലാക്കുകയും നന്നായി അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അത് സംബന്ധമായി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഖുതുബയിൽ നമുക്ക് അതിൻ്റെ ബാക്കി വിശദാംശങ്ങളിലേക്ക് പോകാം. അള്ളാഹു അത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ശബ്ദം, അത് പറയുമ്പോൾ അള്ളാഹു ഉപയോഗിക്കുന്ന ടെർമിനോളജി, ഇതൊക്കെ വളരെ ഡിഫറൻ്റ് ആണ്. കോഴി ഹലാലാകണമെന്ന് പറയുമ്പോൾ ഉള്ള ശബ്ദവും ടോണും ടെർമിനോളജി അല്ല അള്ളാഹു സമ്പത്ത് ഹലാലാകണമെന്ന് പറയുമ്പോൾ അള്ളാഹു ഉപദേശിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ആളുകൾ, JCB വാടക കൊടുക്കുന്ന ആളുകൾ, മണ്ണെടുക്കുന്ന ആളുകൾ, മണ്ണ് കൊടുക്കുന്ന ആളുകൾ,
അതുപോലെ തന്നെ മെറ്റീരിയൽസ് അടിക്കുന്ന ആളുകൾ, ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ, ഒത്തിരി ആളുകളുണ്ടല്ലോ മെറ്റീരിയൽസ് അടിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ വ്യത്യസ്തമായ വർക്കുകൾ ചെയ്യുന്ന ആളുകൾ, പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ വയറിംഗ് വർക്കുകൾ ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പണികൾ ചെയ്യുന്ന ആളുകൾ. അവിടെയൊക്കെ നമുക്കറിയാം പലരും ആരുടെ പണിയാണോ ചെയ്യാൻ പോകുന്നത് അവരെ പല രൂപത്തിൽ പറ്റിക്കുന്നത് നമുക്ക് ഈ രംഗത്തൊക്കെ ഉള്ള ചതിയും വഞ്ചനയൊക്കെ ഉണ്ടല്ലോ. അത് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ മുസ്ലിം സമൂഹത്തിലെ ആളുകൾ ചെയ്യുമ്പോഴും നല്ലൊരു ശതമാനവും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അതൊക്കെ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന പണം ഹലാലാണോ ഹറാമാണോ എന്ന ചിന്തയില്ല. ആ പണവുമായി ഞായറാഴ്ച കോഴി വാങ്ങാൻ പോകുമ്പോൾ അവിടെ ഹലാലായിരിക്കണം, അത് ഹലാലായിരിക്കണം. അവിടെ ആകട്ടെ ഒത്തിരി ഇളവുകളുണ്ട്. പക്ഷെ ആ ഇളവുകളൊന്നും നമ്മൾ പരിഗണിക്കണില്ല. മുത്ത് റസൂൽ ഇളവ് നൽകി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകി, മദ്ഹബിന്റെ ഇമാമുകൾ ഇളവ് നൽകി. ഇതൊന്നും നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ അതൊന്നും പാലിക്കാൻ സന്നദ്ധമല്ല. ഒന്നും പാലിക്കാൻ എന്താ കാര്യം? ഹലാലാകണമെന്നുള്ള നിർബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യാത്തത് അല്ലേ? 1600 രൂപയുടെ ക്ഷേമ പെൻഷൻ ഗവൺമെന്റിന്റെ അവിഹിതമായിട്ട് വാങ്ങിയെടുക്കാം. പക്ഷെ 1600 ആയിട്ട് അതിനകത്ത് 200 രൂപ മാറ്റിവെച്ച് ഞായറാഴ്ച കോഴി വാങ്ങാൻ പോകുമ്പോൾ അത് ഹലാലായിരിക്കണം, അത് ഹലാലാകണം. ഞാനിത് പറയുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല പറയുന്നത് എന്ന് നല്ല ബോധ്യരിക്കുന്നുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലക്ഷക്കണക്കിന് രൂപ സ്ത്രീധനം പിടിച്ചു വാങ്ങുന്ന ആളുകളുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട്. അവരും 200 രൂപയുടെ കോഴി വാങ്ങാൻ പോകുമ്പോൾ എന്ത് വേണം? ഹലാലാവണം, അത് ഹലാലാകണം. നല്ല നിർബന്ധമാണ്, വാശിയാണ്, നല്ല ബോധമാണ്. ആരും ഒരു വാദവും പറയണ്ട. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമസ്കരിക്കാത്ത ആൾ, വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന ആൾ, മദ്യപിക്കുന്ന ആളുകൾ, ഇവർക്കെല്ലാവർക്കും ഇവർ ആ കൽപ്പന ഇതൊക്കെ അവർ ചെയ്യുമ്പോഴും, ഈ ദൈവിക കൽപ്പനകൾ ലംഘിച്ച് അവർ ചെയ്യുമ്പോഴും കോഴി വാങ്ങാൻ ഞായറാഴ്ച ചെല്ലുമ്പോൾ ഹലാലായിരിക്കണം അല്ലേ? അതല്ലേ സമൂഹത്തിൽ നടക്കുന്നത്? സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അയാൾ, പക്ഷെ സക്കാത്ത് കൊടുക്കൂല, കോഴി വാങ്ങാൻ ചെല്ലുമ്പോൾ ഹലാലായിരിക്കണം. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഞാൻ പറയാത്ത ഒരുപാട് ഉദാഹരണങ്ങൾ. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി സ്പെഷ്യലായിട്ട് ഒരു ഗൗരവം കൊടുത്ത് അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ഞാൻ പറയാം. ഇതെന്തുകൊണ്ടാണ് നമുക്കിതൊക്കെ സംഭവിക്കുന്നത് എന്നതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. ഇവിടെ നമ്മൾ കാണിക്കുന്ന വൈരുദ്ധ്യം എന്താണ്? ഒരേ അള്ളാഹുവിൻ്റെ ഒരേ വേദഗ്രന്ഥത്തിലെ ഒരേ അധ്യായത്തിൽ പറഞ്ഞ 2 ദൈവിക കൽപ്പനകളിൽ ഒന്നിനെ നമ്മൾ ചേർത്തു പിടിക്കുന്നു, ഒന്നിനെ നമ്മൾ തള്ളിക്കളയുന്നു. ഒന്നിനെ നമ്മൾ ഉൾക്കൊള്ളുന്നു, മറ്റതിനെ നമ്മൾ തള്ളുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്? ഇതെവിടെ പറഞ്ഞതാ? അല്ല പറഞ്ഞതാണ്. അല്ല എവിടെ പറഞ്ഞതാ? ഖുർആനിൽ പറഞ്ഞതാണ്. ഖുർആനിൽ എവിടെ പറഞ്ഞതാ? ഒറ്റ അധ്യായത്തിൽ പറഞ്ഞതാണ്. 2-ാമത്തെ അധ്യായത്തിലാണ് ഇത് രണ്ടും പറയുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ നിയമവിധികളോട് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് കാണിക്കുന്ന ആളുകളെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ അധ്യായത്തിൽ പറയുന്നു എന്നത് യാദൃശ്ചികമാണ്. അഫതൂമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ് വമാ ജസാഉ മൻ യഫഅലു ദാലിക മിൻകും ഇല്ലാ ഖുസിയും ഫിൽ ഹയാത്തി ദുനിയ വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ് വമാ അല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ ഉലൈക അല്ലദീന ഇസ്തറവുൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ ഫലാ യുഖഫഫു അൻഹുൽ അദാബ് വലാ ഹും യുൻസറൂൻ. അല്ലാഹു പറയാണ്, അഫതൂമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, ദൈവികമായ വിധിവിലക്കുകളിൽ ചിലത് നിങ്ങൾ സ്വീകരിക്കുകയും ചിലത് നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുകയാണോ? അഫതൂമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ് ഫമാ ജസാഉ മൻ യഫഅലു ദാലിക മിൻകും ഇല്ലാ ഖുസിയും ഫിൽ ഹയാത്തി ദുനിയ വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്. അങ്ങനെ ഈ നെറുകേട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ ലോകത്ത് അവർ നിന്ദ്യരായിരിക്കും. നമ്മൾ അള്ളാഹുവിൻ്റെ ഇത്തരം വാചകങ്ങൾ നന്നായി പരിശോധിക്കേണ്ടതാണ്. ഈ ലോകത്ത് അവർ നിന്ദ്യരായിരിക്കും, നാളെ പരലോകത്ത് കഠിനമായ ശിക്ഷ അവർക്ക് നൽകും. അതിനകത്ത് യാതൊരു ഇളവും ഉണ്ടാവില്ല. ഒമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് അള്ളാഹു ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് അശ്രദ്ധനായിട്ട് ഇരിക്കുകയാണ് എന്ന് നിങ്ങളാരും വിചാരിച്ചു പോകരുത്. ഉലൈക അല്ലദീന ഇസ്തറവുൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ, അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ പരലോകത്തിന് വേണ്ടി ഇഹലോകത്തെ വിൽക്കുകയാണ്. ഫലാ യുഖഫഫു അൻഹുൽ അദാബ് വലാ ഹും യുൻസറൂൻ, അവർക്ക് നാളെ നൽകുന്ന ശിക്ഷയിൽ ഒരു ഇളവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അവരെ സഹായിക്കാനും ആരും ഉണ്ടാവില്ല. ഇത് പറയുമ്പോൾ അള്ളാഹു ഉപയോഗിച്ച വാക്കുകളൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് പറയുമ്പോൾ അള്ളാഹു ഉപയോഗിച്ച ടോണൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ വാക്കുകളിലൂടെയും ടോണുകളിലൂടെയാണ് അള്ളാഹ് കോഴി ഹലാലാക്കിയത്.
പണം ശുദ്ധമായ മതി, ഏത് കോഴിയും തിന്നാന്നല്ല നമ്മൾ പറഞ്ഞു വന്നത്. അങ്ങനെയല്ല പറഞ്ഞു വന്നത്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിൽ ഗൗരവ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ആ മുൻഗണനാക്രമവും നമ്മൾ ജീവിതത്തിൽ പാലിക്കണം. അപ്പൊ അള്ളാഹുവിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞ ഒരു വിധിയെ അംഗീകരിക്കുക, മറ്റേ വിധിയെ തള്ളിക്കളയുക, ഇത് ഗുരുതരമായ അപരാധമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ജീവിതത്തിൽ അത് പാലിക്കണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് നാം വിശുദ്ധ ഖുർആനിനെ അല്ല പ്രമാണമായി കാണുന്നത്. നമ്മൾ പ്രമാണമായി കാണുന്നത് പാരമ്പര്യത്തെയാണ്. വിശദീകരിക്കാൻ സമയമില്ല, ഒറ്റ വാക്കിൽ അങ്ങനെ പറയുകയാണ് ഞാൻ. നമ്മൾ വിശുദ്ധ ഖുർആനിനെ അല്ല പ്രമാണമായി കാണുന്നത്, നമ്മൾ പ്രമാണമായി കാണുന്നത് പാരമ്പര്യത്തെയാണ്. നമ്മൾ കർമ്മശാസ്ത്രത്തിന്റെ കണ്ണിലൂടെയും കണ്ണടയിലൂടെയുമാണ് ഇസ്ലാമിനെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ശീലമാണ് നമുക്കുള്ളത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കാൻ നാം സന്നദ്ധമായില്ല. ദൈവികമായ വിധിവിലക്കുകളെ ലാഭനഷ്ടങ്ങൾ നോക്കി സമീപിക്കുന്നവരായി നമ്മൾ മാറി. സ്വാഭാവികമായും അതിൻ്റെ പരിണിതിയാണ് ഹറാമായ പണം കയ്യിൽ വെച്ച് ഹലാലായ കോഴി തേടി നടക്കുക എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ വസ്തുത. ഖുർആനിൽ നിന്ന് നമ്മളിത് പഠിക്കുകയും ഖുർആനിൻ്റെ കണ്ണിലൂടെ ഇതിനെയൊക്കെ നോക്കിക്കാണുകയും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമവിധികൾ നൽകുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളും അതിൻ്റെ പ്രയോഗങ്ങളും ഒക്കെ പരിശോധിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ, പാരമ്പര്യത്തെ മാറ്റി നിർത്തി വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ പരുവപ്പെടുത്തുകയും പാകപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് വിട്ടുനിൽക്കാൻ കഴിയും. അതുകൊണ്ട് അങ്ങേറ്റത്തെ ഗുണകാംക്ഷയോടുകൂടി ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്, അന്യൻ്റെ പണം അന്യായമായി ഒരു രൂപ പോലും നമ്മുടെ കയ്യിലേക്ക് വരാൻ അറിഞ്ഞുകൊണ്ട് നമ്മളൊരവസരം ഉണ്ടാക്കരുത്. ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് നല്ലത് കുറവാണെങ്കിലും നല്ലതാണ് ഏറ്റവും നല്ലത്. കുറച്ചേ ഉള്ളൂ, 1000 രൂപയേ ഉള്ളൂ, അത് നല്ലതാണെങ്കിൽ അത്രത്തോളം ഖൈറ് മറ്റൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ശരിയായ മാർഗത്തിലൂടെ 1000 രൂപയുണ്ട്, മറ്റൊരുത്തൻ്റെ കയ്യിൽ ശരിയല്ലാത്ത മാർഗത്തിലൂടെ 1,00,000 രൂപയുണ്ട്. നമ്മൾ ഒരിക്കലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ 1000 രൂപക്കായിരിക്കും വാല്യൂ ഉണ്ടാവുക. അതുകൊണ്ട് ഒരു വിധേനയും നമ്മൾ നമ്മുടെ ഉപജീവനം ഉറപ്പുവരുത്തിയിട്ടുള്ളത് പടച്ച തമ്പുരാനാണ്, നമ്മുടെ ബുദ്ധിയല്ല. ആ പടച്ച തമ്പുരാന്റെ നിയമവിധികളെ കാത്തു സൂക്ഷിക്കുമ്പോൾ ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം. ഇത് ഗൗരവമാകാൻ, കോഴി ഹലാലാകണം എന്നതിനേക്കാൾ ഈ സമ്പത്ത് ശുദ്ധമാകണം എന്ന വിധി ഗൗരവമാകാൻ മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്. മാത്രമല്ല, ഇത് ശുദ്ധമാകാൻ ഈ 2-3 ആയത്തൊന്നും അല്ല, വേറെ ഒരുപാട് ആയത്തുകളുണ്ട്. വൈലുൽ മുത്തഫിഫീൻ അല്ലദീന ഇദത്താലു അലന്നാസി യസ്തൗഫൂൻ വഖാലൂഹും അവസനൂഹും യുഖ്സിറൂൻ അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അലീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണല്ലോ 83-ാം അധ്യായം സൂറത്തുൽ മുത്തഫിഫീൻ. അതിന്റെ സ്റ്റൈല് നിങ്ങളൊന്ന് കേട്ടേ. ഈ കോഴി ഹലാലാക്കണ കാര്യം പറഞ്ഞ സ്റ്റൈലിലല്ല അല്ലാഹു സംസാരിക്കുന്നത്. വൈലുൽ മുത്തഫിഫീൻ, ബിസിനസ്സിൽ കൃത്രിമം കാണിക്കുന്നവർക്കാണ് സർവനാശവും. അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അലീം. അങ്ങനെ കാണിക്കുന്നവർ വിചാരിക്കുന്നില്ലേ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, നാളെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയും റബ്ബുൽ ആലമീന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യേണ്ടി വരുന്ന ആ ദിനത്തെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ എന്ന പരലോകം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ബിസിനസ്സിലെ കൃത്രിമങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. വലിയ ഗൗരവമുണ്ട് അതിന്. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. പല ഘട്ടത്തിലും നമ്മൾ പലതും പറഞ്ഞു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത് വേണ്ടത് വിശ്വാസ വിശുദ്ധിയാണ്. രണ്ടാമത് വേണ്ട കാര്യമാണ് സാമ്പത്തിക വിശുദ്ധി, സാങ്ക്ടിറ്റി ഓഫ് ഫിനാൻസ്, സാമ്പത്തിക വിശുദ്ധി എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് സെക്ഷുവൽ പ്യൂരിറ്റി, ലൈംഗിക വിശുദ്ധി എന്ന് പറയുന്നത്. അതിൻ്റെ താഴെയാണ് ബാക്കി എല്ലാ വിശുദ്ധിയും ഉള്ളത്. അതുകൊണ്ട് ഇത് കാത്തു സൂക്ഷിക്കാൻ നാം സന്നദ്ധമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ഒത്തിരി ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യവും മനസ്സമാധാനവും നൽകി അവരെല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
قولوا قولي هذا واستغفر الله لي ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم.